ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പഴംപൊരി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പഴംപൊരിക്ക് നേന്ത്രക്കായ, പഴുത്ത നേന്ത്രപ്പഴം, അത് ഈ സൈസിലുള്ളത് 3 പഴം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ളത് മൈദാമാവാണല്ലോ. മൈദാമാവ് ഈ കപ്പിൽ 2.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഈ കപ്പെന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. അതിൽ ഒരു സൈഡ് നമുക്കിങ്ങനെ അളന്നെടുക്കാം. 1/2 കപ്പ് 1/4 കപ്പ് ഇങ്ങനെ അളവുമുണ്ട്. അപ്പം ഈ കപ്പിന് ഞാൻ 2.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൈദയിൽ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് കഴിഞ്ഞ് പഞ്ചസാര 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചു വെച്ചതാണിത്. 5 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം 1/2 കപ്പ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചസാര. അപ്പൊ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാമോ ഇതില്? ഞാൻ ഏകദേശം മിക്സ് ചെയ്തു. പിന്നെ കലക്കി നോക്കിയിട്ട് മധുരം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇത് അതിലും ചെറിയ സ്പൂണാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കഴിഞ്ഞ് ഇതിൽ ആവശ്യമുള്ളത്, ഞാൻ ദോശമാവുണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിരുന്ന മാവ്, ആ മാവ് പുളിച്ച ശേഷം അടുത്ത ദിവസമുള്ള മാവാണിത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മാവ്, 2 ടേബിൾ സ്പൂൺ ഫുള്ളും ചേർക്കാണ്. പിന്നെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഈ പൊടി കലക്കുമ്പോൾ ഒന്ന് ചേർത്ത് വെക്കണം. അത് ഒരു നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് പാലെന്ന് പറഞ്ഞാൽ ഇത് കോക്കനട്ട് മിൽക്ക് അല്ല, കൗ മിൽക്കാണ്. നമ്മുടെ നാട്ടില് കവർ പാലോ സൈക്കിൾ പാലോ എന്തും ആവാം. ഇത്രയും പാല്, 1/2 ഗ്ലാസ് തികച്ചില്ല, ഇത്രയും പാലും കൂടെ ചേർക്കണം. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ, എല്ലാവരും ചേർക്കണമെന്നില്ല, ഞാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു പിഞ്ചുപ്പ്, ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പ്. അത് കഴിഞ്ഞിട്ട് കറുത്ത എള്ള്, ഇതൊരു ടേബിൾ സ്പൂൺ എള്ള് തന്നെയുണ്ട്. എള്ള് നല്ലതാണല്ലോ. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാണാനും ഒരു ഭംഗി ഉണ്ടാവും പഴംപൊരി ചെയ്ത് കഴിയുമ്പോൾ. ഇത്രയും സാധനങ്ങളാണ് ഞാനിതിൻ്റെ ചേർക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എല്ലാവർക്കും പഴംപൊരി സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? ഇത് നല്ലവണ്ണം ഇങ്ങനെ കുഴച്ച് 10 മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഇങ്ങനെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് ഇവിടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാവ് 10 മിനിറ്റ് ഇരുന്നത് സെറ്റായിട്ടുണ്ട്. മാവ് കലക്കിയത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ഏകദേശം ചൂടാകാറായി. കുറച്ചും കൂടെ ഒന്ന് എണ്ണ ചൂടായിട്ട് നമുക്കിത് മുക്കിയിടാം. നേരത്തെ ഞാൻ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും ഏലവും എനിക്ക് അത്രയും വേണ്ടി വന്നു കേട്ടോ. ഞാൻ കലക്കിയിട്ടൊന്ന് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞിരുന്നു. അപ്പം ഞാൻ ബാക്കിയും കൂടി ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിലാണ് ഞാൻ ഒരു 7 ഏലം ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം അത്രയും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇട്ട് തുടങ്ങാമല്ലോ. നിങ്ങളെല്ലാവരും വൈകുന്നേരം സ്നാക്കിന് എന്താണ് എപ്പോഴും ഉണ്ടാക്കുന്നത്? ഞാൻ എന്നൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ചില ദിവസങ്ങളിലേ ഉള്ളൂ. ഇന്ന് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. എനിക്കധികം കഴിക്കാനും പാടില്ല. പിന്നെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഒരെണ്ണം കഴിക്കും കേട്ടോ.
ഞാനൊന്ന് കൈ വാഷ് ചെയ്യട്ടെ, തുടയ്ക്കാം അല്ലേ. ഇവിടെ വലിയ നേന്ത്രപ്പഴമാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇത് മെക്സിക്കനിൽ നിന്ന് വരുന്ന പഴമാണ്. അമേരിക്കയിൽ നേന്ത്രവാഴ കൃഷിയൊന്നുമില്ല. മെക്സിക്കൻകാർ ഇത് കൃഷി ചെയ്യാറുണ്ട് ധാരാളം. അവിടുന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന കപ്പയും നേന്ത്രപ്പഴവും ഒക്കെ, നേന്ത്രക്കായും ഒക്കെ വലുതാണ്, വലിയ സൈസാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വാഴക്കയപ്പം, അതായത് പഴംപൊരി, അത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നന്നായിട്ട് കുറച്ചും കൂടെ മൂക്കുന്നതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടം. എന്നാലും പഴംപൊരി എന്ന് പറയുമ്പോൾ ഈ നിറം ആയിരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. പഴംപൊരി റെഡി. ഇനി ബാക്കി ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാം. അങ്ങനെ കണ്ടോ, നല്ല ഫ്ലഫി ആയിരിക്കുന്ന പഴംപൊരിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചൂടാണ്, എനിക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, അല്ലേ ഞാൻ എടുത്ത് കാണിച്ചു തരായിരുന്നു. നല്ല പഴംപൊരിയാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബായ്.